ഒരു കാര്യവുമില്ലാതെ നമ്മോട് വഴക്കുണ്ടാക്കാൻ വരുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവര് വഴക്കുണ്ടാക്കാൻ കാരണങ്ങൾ കണ്ടുപിടിക്കും. കുഞ്ഞിന്റെ കാരണം, വണ്ടി പാർക്ക് ചെയ്ത കാരണം, നോക്കി എന്ന് പറയുന്ന കാരണം, ഇല്ലാത്ത കാരണം ഉണ്ടാക്കി നിന്നോട് വഴക്ക് കൂടുന്നവരുണ്ട്. ആ വഴക്ക് നിമിത്തം ദീർഘവർഷങ്ങളായി പിണക്കത്തിലിടുന്ന, വർഷങ്ങളായി നിന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. ഇവിടെ പ്രവാചകൻ പരിശുദ്ധാത്മ നിയോഗിതനായി ജനത്തോട് പ്രവചിക്കുക. ഒരുത്തൻ നിന്നോട് വഴക്കുണ്ടാക്കിയാൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ഞാൻ ചിലരോട് തുറന്ന മനസ്സോടെ ആത്മീക വെളിപ്പാടോടെ പറയാം, നിന്നോട് ചിലർ വഴക്കുണ്ടാക്കുന്നത് ദൈവഹിതപ്രകാരമല്ല. നിന്നെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുവാൻ, മനഃപൂർവ്വം ദേശത്ത് പരസ്യക്കോലമാക്കുവാൻ, സ്തോത്രം, അവർ നിന്നോട് വഴക്കുണ്ടാക്കുക. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോഴും വഴക്കുണ്ടാക്കാൻ കാരണം അന്വേഷിക്കുന്ന ധാരാളം ആൾക്കാർ നിനക്ക് ചുറ്റുപാടുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. ആരെല്ലാം നിന്നോട് വഴക്കുണ്ടാക്കിയാലും നീ തിരിച്ചു വഴക്കുണ്ടാക്കരുത്. പൗലോസ് പറയുക, ഞാൻ ജഡത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. കാരണം എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുണ്ട്. അവർ നിന്നോട് വഴക്കുണ്ടാക്കുമ്പോൾ ബൈബിള് പറയുക, നീ ശാന്തമായിരുന്നു. എന്നിട്ട് ആ വാക്യം ഒന്നുകൂടെ ഞാൻ വായിച്ചു. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. അടുത്തേക്കോട്ടെ, ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. അർത്ഥം, വഴക്കുണ്ടാക്കുന്നവൻ തന്നെ പരാജയപ്പെടും. വഴക്കുണ്ടാക്കുന്നവൻ ഈ ദിവസങ്ങളിൽ തന്നെ വഴക്ക് നിർത്തി നിന്റെ കൺവട്ടത്തുനിന്ന് തന്നെ മാറിപ്പോകും. നിന്നോട് പോരാടുന്നവരോട് ദൈവം പോരാടാൻ എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവാ, നിന്നോട് പോരാടുന്നവൻ വീഴുന്ന കാഴ്ച, മാറിപ്പോകുന്ന കാഴ്ച, അകന്നു പോകുന്ന കാഴ്ച, നിന്നോടുള്ള പോരാട്ടം അവസാനിപ്പിച്ചെന്ന് നിന്നോട് വന്ന് പറയുന്ന കാഴ്ച ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവുക. നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. വളരെ നാളുകൾ കൊണ്ട് നിന്നോട് കലശൽ കൂടുന്ന ആൾക്കാർ നിന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് അതിന്മേൽ ഒരു വിടുതൽ വേണം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഒരു കാരണവുമില്ലാതെ കാരണം കണ്ടെത്തി വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ കരമൊന്ന് നീട്ടണം. പിശാചിന്റെ തന്ത്രമന്ത്രങ്ങളെ പൊട്ടിക്കണം. കർത്താവേ, നിന്റെ മക്കൾക്ക് സമാധാനത്തോടെ പാർക്കാൻ കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളിൽ നിന്നോട് കലശൽ കൂടുന്നവർ, ആമേൻ, നീ നിമിത്തം വീഴും. ദൈവം നിനക്കൊരു വിടുതൽ തരും. ഗോഡ് ബ്ലെസ് യു.